ഇന്നത്തെ പോക്കില്ലേ എവിടെയും തീരുമാനമാവാത്തൊരു പോക്കാണ്. കണ്ണെഴുതണോ? വേണ്ട വേണോ? വേണ്ട. എവിടേക്കെങ്കിലും പോകുമ്പോഴൊന്ന് കണ്ണെഴുതുള്ളൂ കേട്ടോ. ഏത്? അത് വേണ്ട, അത് 56 ഇടാൻ വേണ്ടിട്ടാ. ഞാൻ ബാഗ് ഇടാൻ തുടങ്ങിയല്ലോ. ഇതേ അമ്മൂന് ഇവിടുത്തെ ഫംഗ്ഷന് വാങ്ങിയ കമ്മലാണ്. അമ്മ ഇത് ഇടണില്ല, അന്നത്തെ ഒരു ദിവസം ഇട്ടതാ. പിന്നെ അമ്മൂന് കമ്മല് ഇത് വേണോ? കണ്ടോ അമ്മ ഒരു കുങ്കുമൊട്ടു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ തലേന്ന് കെട്ടണം. സുകന്യ അവിടെ പുറപ്പെടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പോക്കില്ലേ നമ്മള് എവിടേക്കാണെന്നൊന്നും തീരുമാനമാവാത്തൊരു പോക്കാണ് അല്ലേ? അല്ലേ? ഇന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുക ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ സമയം 4:30 ആയിട്ടോ. നമ്മൾ മീൻവല്ലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. അവിടെ 4:30 ആകുമ്പോഴേക്കും മീൻവല്ലം അടയ്ക്കല്ല, ആൾക്കാർക്ക് പോണവർക്ക് ഇതാവും. അത് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടേ. എവിടേക്കെങ്കിലൊക്കെ പോവാലേട്ടാ. എന്താ പറയേ? എന്തേ നനയുന്ന സ്ഥലത്തേക്കാണ് പൊന്തിക്ക് ഉടുപ്പ് ഇട്ടാതി. ഉടുപ്പിട്ടാതിയോ മുട്ടി? അച്ചു അമ്മ ഉടുപ്പിട്ടാതി കേട്ടോ. ഈ കമ്മല് മതിയോ? പോകുമ്പോ വേറെ കമ്മൽ ഇട്ടോ. നാളെ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നനയൂട്ടോ. നനഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അപ്പൊ ഞങ്ങള് എല്ലാരും ഇതാ ചെറിയവരൊക്കെ പുറപ്പെട്ടിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഓ, അവിടെ മാറ്റാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ കുഞ്ഞൻ പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങളും ഡ്രസ്സൊക്കെ മാറ്റട്ടെ. കിച്ചേട്ടനെ പറഞ്ഞു കേട്ടോ. എന്ത് കുഞ്ഞ നീ? കിച്ചേട്ടൻ വരേ? കിച്ചേട്ടനൊക്കെ പുറപ്പെട്ടു. എന്താ പറഞ്ഞ കുഞ്ഞച്ചൻ? പറഞ്ഞല്ലോ. പിന്നെ അനുമതി ചോദിക്കണ്ടേ? അനുമതി ചോദിച്ചിട്ട് പോവാന്. പപ്പൂനെ ഇവിടെ കെട്ടുന്നത് കേട്ടാ. അവനവിടെ വേണ്ടേട്ടാ, കൂട്ടിക്കെട്ടാ. അതിന് പേടിയാവേ. നോക്കിയോക്ക്, അവൻ നീച്ച് നിക്കണോണ്ടോ? വല്ല നായ്ക്കളും വന്ന് കടിക്കുകയും ചെയ്താലേ. പോവാ. അപ്പോഴേ നമ്മൾ കാടിൻ്റെ നടുക്കുന്ന പിന്നെയും കാടിൻ്റെ നടുക്കിലേക്ക് വന്നൂല്ലേ. എന്താ അവിടെ കുറേ പച്ചപ്പും കാര്യങ്ങളല്ലേ. ഇവിടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പച്ചപ്പ്. നമ്മുടെ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഓണത്തിന് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസ് എടുത്തത്. അതാ അങ്ങോട്ട് നോക്കി നോക്ക്. ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ കണ്ടോ, മലകൾ കണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ എത്ര അടുത്ത് പോലെയാണ് അല്ലേട്ടാ? അടുത്ത് പോലെ തോന്നില്ലേ? നമ്മള് കല്ലടിക്കോട് തന്നെ ലേട്ടാ, വാക്കോട മലയുടെ താഴെയാണ് കേട്ടോ. ഇവിടേക്ക് നമ്മൾ അന്ന് വന്ന സമയത്ത് ഫുള്ള് കാടൊക്കെ വെട്ടി പറമ്പ് പോലെയായിരുന്നു. ഇപ്പോഴൊക്കെ ഇത് ആൾക്കാർ സ്ഥലം വാങ്ങിയിട്ടാ തോന്നുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ അതിർത്തി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സുകന്യെ? എനിക്ക് ഞാനില്ലേ, ഏട്ടൻ ചോദിച്ചു എവിടേക്കാ പോണ്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ എന്തായാലും ഫസ്റ്റത്തെ ഒരു ഓർമ്മയാണല്ലോ ഇത്. അപ്പൊ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് ഇവിടേക്ക് പോവാ. ഈ വീട് ഉണ്ടായിരുന്നില്ല. ആ അറ്റം മുതൽ നമ്മൾക്ക് സ്ഥലം കാണായിരുന്നു. കാടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു റോഡ്, അതിൻ്റെ അപ്പുറത്തൊരു റോഡ്, അതിൻ്റെ അപ്പുറത്തൊരു റോഡ്, അങ്ങനെ ആക്കിയിട്ടോ. അപ്പോൾ അതാ നോക്കിയൊക്കെ എനിക്ക് ആ മലയിൽ ഇങ്ങനെ കാണുമ്പോഴേ എന്തോ ഒരു ഭംഗിയാണ് അല്ലേ. അന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കാഴ്ചയ്ക്കൊന്നും ഒരു ഭംഗിക്കുറവില്ല കേട്ടോ. അതാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ സ്ഥലം നേരവണ്ണം കാണാറേയില്ല അല്ലേട്ടാ. ഓ അതാ മല എന്താ കിച്ചു, ഇഷ്ടായോ?
ഏട്ടാ ആ നമുക്കില്ലേ ആ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് നമുക്ക് കുറേ നേരം സമയം കളയാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ ആദ്യം. ഇപ്പോഴതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്പുറമൊക്കെ അപ്പുറത്തും കൂടെയൊക്കെ ആൾക്കാരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളില്ലേ ഇത് കണ്ടില്ലേ, കാണിച്ചു തന്നില്ലേ, ഇതിലും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പോവാ നോക്കിയൊക്കെ അങ്ങോട്ട് കണ്ടോ, അത് കാണുന്നുണ്ടോ? പിന്നെ ഇപ്പം നമ്മൾ വന്നത് ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. കാരണം എന്താ വെച്ചാൽ എന്താ വെയിലാറിയിട്ട് കുട്ടികളെയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് അപ്പോഴാണേ വന്നത്. പിന്നെ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പാടെ സുഖലിക്ക് കാളൻ വേണത്രേ. മുട്ടക്കാളനെ വേണ്ട, കാളന് വേണ്ട, പഴംപൊരി വേണ്ട. നമ്മളേ കുറച്ചും കൂടി അടുത്തേക്ക് എത്തിയിട്ടോ. ഈ ഒരു ഇല കണ്ടോ, വെള്ളയും പച്ചയുള്ളത്. ഇത് ശരിക്ക് നമ്മുടെ തലയിൽ ആദ്യമൊക്കെ സമയത്തില്ലേ താളി തേച്ചിരുന്നതാണ്. ഇതും ഇതാണ്ടോ വെള്ള, ഇതും എൻ്റെ അച്ഛമ്മ ഉള്ള സമയത്ത് വെള്ളിയില്ലേ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിന് പറയാ. ഇത് തലയിൽ താളിയായിട്ട് എന്താ തേച്ച് തന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊന്നും എവിടെയും കാണാനില്ല. ഇവിടെ കണ്ടപ്പോൾ കാണിച്ചെന്ന ഇത് ശേഷി കുറഞ്ഞല്ലേ ഈ അങ്ങോട്ട് നോക്കു കേട്ടാ, ആ സൈഡിക്ക് കാണുന്നുണ്ടോ വെള്ളയും പച്ച. അത്രയും വലുപ്പം ഉണ്ടാവും കേട്ടോ ഓരോ ഇലകൾ. അതിൽ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല. മല നേരെ കാണുന്നുണ്ട് അല്ലേ. ഇതിന്റെ ഇല കനാലിന്റെ ഉള്ളിൽ. ഇത് നമ്മുടെ എന്താ വീടിന്റെ മുമ്പ് കൂടെ ഇല്ല, നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിലുള്ള കനാലില്ലേ, ഈ കനാലിൽ നിന്നാണ് കേട്ടോ വെള്ളം അങ്ങോട്ട് എത്തുക. നമ്മളപ്പോ എത്ര അതാണ്ട് അവിടെ എന്താ ബണ്ടല്ലേ ഇട്ടത്, ബണ്ടല്ലേ ഇത്. എങ്ങനെയുണ്ട്, നല്ല സ്ഥലല്ലേ? എങ്ങനെയുണ്ട് എന്നല്ല, അതെന്താ സാധനം എന്നറിയോ, ആ ചീർപ്പ് താത്തുമ്പോഴാണ് വെള്ളം നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ കൈക്കനാൽ കൂടെ വെള്ളം വരുന്നത്. അത് പൊന്തിക്കുമ്പോഴല്ലേ താത്തുമ്പോ, പൊന്തിക്കുമ്പോ വെള്ളം പോവല്ലേ ചെയ്യാ, പൊന്തിക്കുമ്പോ വെള്ളം കിട്ടും നമുക്ക്. ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുമ്പോഴല്ലേ, താഴത്തെ വെള്ളം തടഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ. അതെ അതെ. ഇങ്ങനെ ഈ കനാലിൽ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ അങ്ങനെ, കുറേ അടുത്തുണ്ട്. അപ്പോ ഇതിപ്പോ ഒരു കനാലിക്ക് വെള്ളം ഇവിടെ കനാലുണ്ട്, സബ് കനാലിക്ക് വെള്ളം തിരിച്ചു വിടുന്നത്. ആ ചീർപ്പടച്ചു കഴിഞ്ഞാൽ അത് കൂടെ ഇങ്ങനെ വെള്ളം പോകും. എന്താ കണ്ടോ, ചൂട് കാരണം വെള്ളം കമ്മിയായപ്പോ മീന് ചത്ത് കിടക്കുക കേട്ടോ. കണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ നോക്കിയാൽ കാണില്ല, അത്രയും ചെറിയ മീനാണ് കേട്ടോ. അച്ചു മാല ഉണ്ടാക്കി നോക്കട്ടെ, കണ്ടോ. എടാ ഉണ്ണി വെള്ളത്തേക്ക് കല്ലെടുത്തെറിയണ്ടോ ഉണ്ണി, ഏട്ടാ പൊന്നിന്റെ മാലൊക്കെ. മീൻ കാണില്ല മുത്തേ, അത്ര ചെറുതാ മീൻ. എന്റെ കുട്ടിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ദാവടിക്ക് കയറിയാലോ? ഓട്ടോ അങ്ങോട്ട് പോവാ, വണ്ടി കൊണ്ട് വെക്കട്ടെ. എവിടെ ഇവിടെ ഇതിന് മേലെ കയറണോ? ഇതിന്റെ മോളിക്ക് കണ്ട, അവിടുന്ന് നേരെ കാണുന്നത് എന്താ, ആ മല. ഇതിലല്ലേ ഒരു പ്രാവശ്യം ഒരു ബാബു പറഞ്ഞ ഒരാൾ പെട്ടത്, അത് മലമ്പുഴയിലാണ് അല്ലേ. അത് മലമ്പുഴ എവിടെ, ഇതിലല്ലേ അതെവിടെയാ കിടക്കണം, ഇതെവിടെയാ കിടക്കണം. അങ്ങോട്ട് കേറണത്രേ. കുഞ്ഞാ നോക്കണേ. കാണുമ്പോ ഇതെന്താ നല്ല ആൾക്കാർക്ക് വൈകുന്നേരത്ത് ഇവിടെ നിന്നിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാലേട്ടാ. നല്ല കാറ്റുണ്ട് കേട്ടോ ശരിക്കും. ഈ ഒരു താഴ്ഭാഗമായതുകൊണ്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. ബാ പോവാ, ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അല്ലേ അത്ര രസല്ലേ. ബാ ബായ ബായ കിച്ചു ബാ. ഇതിന്റെ താഴെ പുഴയാണ് കേട്ടോ, പക്ഷെ നമുക്ക് പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കുളിക്കുന്നുണ്ട്. കുളിക്കുമ്പോ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. ഈ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ താഴത്തോടെ വെള്ളം പോവുകയും ചെയ്യും. നമ്മൾ നിൽക്കുന്ന റോഡിന്റെ താഴത്തു കൂടെ വെള്ളം പോകുന്നതാണ്. പാലം കണ്ടോ? ഇതിനെന്താ പറയാ, ഇതിനെന്താ പറയാ? പാലം. അതാണ് അക്കോഡേറ്റ് പാലം. ഇതാണ് അക്കഡേറ്റ് പാലം എന്ന് പറയുന്നത്. അക്കഡേറ്റ് പാലം നമ്മുടെ അവിടെ ഇല്ല. ഒന്ന് നമ്മുടെ അവിടെ ഒന്നല്ല, അടി കൂടെ പുഴയിൽ എല്ലാ ഭാഗത്തും ഉണ്ട് ഇത്. അതിനങ്ങനെ പറയാ. ഇതിനുള്ളിൽ കൂടെ വെള്ളം പോകും, അതിന്റെ അടിയിൽ പുഴയുണ്ട്, മേലെ കൂടെ വണ്ടികൾക്ക് പോവാ. എവിടെ
കുളിപ്പിക്കേ? പക്ഷെ എനിക്ക് ഇതിനേക്കാട്ടിലും രസമായിട്ട് തോന്നിയ കൽപ്പാത്തിയിൽ നിൽക്കുമ്പോഴാണ്. സത്യം. നല്ല കാറ്റുമുണ്ട്, സേഫായിട്ട സ്ഥലമാണ്, കാണാൻ പ്രത്യേക അന്തരീക്ഷമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്ര വൈബായിട്ടും തോന്നിയില്ല. എനിക്ക് നമ്മളെന്താന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് അടുത്തുള്ള സ്ഥലം, നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലം, കാണാൻ പ്രത്യേക രസമുള്ള സ്ഥലമാണ്. കാരണം ശരിക്കും ഇവിടെ ഒന്നുകൂടെ തണുപ്പ് വരേണ്ട സ്ഥലമാണ്. മലയുടെ താഴെ അരുവിയൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷെ പാലക്കാടിന്റെ ശരിക്കുള്ള നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ചുട്ടുപുഴുക്കുകയാണ്. പാലം ചുട്ടിട്ടാണോ? ചിലര് പറഞ്ഞു മുതലമട ആ ഭാഗം റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു ദിവസം ബ്രസി അവിടെ പോകൂന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഇനി പോകണം. ഒരു നായക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിക്കാണ് കുട്ടികളെ. അവരുടെ കഴിഞ്ഞു നമുക്ക് മെല്ലെ ഒന്ന് ഇറങ്ങിയിട്ട് കയറാല്ലേ? വേണ്ട, അങ്ങോട്ട് പോകണ്ട. പൊന്നൂസം നേരം പിടിച്ചാൽ നിൽക്കില്ല. പൊന്നു പറക്കണ് നടന്നിട്ട് വെള്ളം കൂടി കണ്ടു കഴിഞ്ഞല്ലേ നമുക്ക് നമ്മുടെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കാലിന്റെ അതുവരെയുള്ള വെള്ളയിലോ അവിടെ നിന്ന് കാണിച്ചു തരാം. ബായേട്ടാ. എല്ലാരും കൂടി ഓടി നോക്കിയൊക്കെ പാലം കുലുങ്ങും. എല്ലാരും കൂടി ഓടിയ ഇത്ര നീളമുള്ള പാലാണ്. കുറുക്കന്റെ പോലല്ലേ ഏട്ടാ? ഇവിടെ ശരിക്കും വരാൻ പറ്റിയ സമയം എപ്പോഴാ അറിയോ? മഴക്കാലത്താണ്. നല്ല വെള്ളം ഉണ്ടാവും, നല്ല മഴയും ആ കോട ഇറങ്ങുന്നതും ഇത് കൂടെ പുഴ അങ്ങനെ നിറഞ്ഞ് ഒഴുകി വരുന്നതും ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. ഇതിനല്ലേ ഏട്ടാ? ആ ശരിക്ക് അതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. കണ്ടോ? നേരിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് മലയിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അല്ലേ, നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടേക്ക് പോവാ, പക്ഷെ അവിടെ ആൾക്കാരുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും ഇവിടുന്ന് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തരുമോ? മല ഫോട്ടോ ഒക്കെ എടുത്തു തരാം. എന്താ പൊന്നോ? എന്താ വേണ്ട? അവൻ അച്ഛനെ വേണത്രേ. അതെ, എന്തിനാണ്? വെറുതെ. ഞാൻ അന്നെ അടുത്തൊന്നും നടക്കേണ്ടി വരില്ലേ? എന്നപ്പോ വേറെ ഒന്നും നടക്കില്ല, നിന്റെ അടുത്തൊന്നും നടക്കാൻ തന്നെ പറ്റൂ കേട്ടോ. പൊന്നുവിനടുത്ത് ഇങ്ങനെ നടക്കാച്ചക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കട്ടാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, മലപ്രദേശത്ത് വീട് വെച്ച് താമസിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് ഇതേപോലെ അട്ടപ്പാടി എനിക്ക് ഭയങ്കര വൈബുള്ളൊരു സ്ഥലമായിട്ട് തോന്നിയിരിക്കണം അട്ടപ്പാടിയാണ് കേട്ടോ. അട്ടപ്പാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അട്ടപ്പാടിക്ക് അട്ടപ്പാടി പോവാ, ഇതൊക്കെ തന്നെയാണ് കാണാൻ. പക്ഷെ അട്ടപ്പാടി അതേപോലെ ഒരു പച്ചപ്പും ലേട്ടാ. ഒരു ഇവിടെ ആരും ഇറങ്ങണില്ല തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ചോദിച്ചൊക്കെ അറിയില്ല. എനിക്ക് കാട്ടുകൂടം മേട്ടുകൂടം പോകണമെന്ന് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ഒന്നാമത് ഫാമിലി ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കൂടെ ഏത് കൂടെ പോകുമ്പോ അല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോ അല്ലേ, മക്കളെ കൊണ്ട് പോണത് അത്ര വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ല. ഇതിപ്പോ ഇവരൊക്കെ നിർബന്ധത്തിന് വന്നു എന്നല്ലാണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നമുക്കത് പേടിയുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ആയി തീർന്നു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ കൂടിയില്ല. ഇവിടെ പിന്നെ സേഫാണ്, കാരണം ഇവിടെ തൊട്ടടുത്ത് കൂടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമ്മുടെ നാടനെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് വിട്ട ഇതുപോലുള്ള സ്ഥലങ്ങളുടെ കാര്യം പറയാട്ടോ. ശരിയാ. എന്തല്ലേ മുളക്? എന്താ കുട്ടിക്ക് എന്താ വേണ്ട? എന്താ വേണ്ട? എന്താ വേണ്ട? മുണ്ടെന്നോട് അവിടെ പോയിരിക്കാ. മാമ മുളക് ബജി ഒന്നാണ്. അവിടെ പോയിരിക്കും. നമുക്ക് അവിടെ പോയിരിക്കേ. അങ്ങോട്ട് ഇരിക്കടാ. എന്താ ഉണ്ട്? പൊന്നിനെന്തോ ഉണ്ട്? പൊന്നിനെന്തോ ഉണ്ട്? പൊന്നിന് കുഞ്ഞിനെന്തോ ഉണ്ട്? ചായ മാത്രം മതിയാ? അച്ഛനാ എന്തുകൊണ്ട്? ചായേ? ചായ കുടിക്ക കുട്ടി. ചായ
നിനക്കോ? 1 2 3 4 5. നമുക്ക് ചായ അല്ലേ? ബൂസ്റ്റ് വേണോ? ബൂസ്റ്റ് വേണോ? വേണ്ടേ? വേണോ? എന്ത് അപ്പൊ എന്താ പറയും? 2 പാൽ ചായ. സുകന്യക്ക് ചായ. സുകന്യക്ക് ചായ 2. ബൂസ്റ്റ്. കുഞ്ഞിന് ചായ. അപ്പൊ 1 2 3 4. ഏതൊന്ന് ഉറച്ചു പറടാ. 3 പാൽ ചായ. 1 2 3. 3 ചായ. പൊന്നു പാൽ ചായ ചായ കുടിക്കുക. ബൂസ്റ്റ്. ആ 3 ചായ ഒരു ബൂസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടേട്ടാ? അപ്പൊക്കെയാണ് 3. അമ്മൂന് വേണ്ടായിരുന്നു. കടി എന്താ വേണ്ട? കടി എന്താ വേണ്ട? ബൂസ്റ്റ് എവിടേക്കാ പോണു? ഇറങ്ങി വരുന്നു. എവിടെ ഇരിക്കണ്ടേ? കുഞ്ഞ പാൽച്ചായ വേണ്ടി ബൂസ്റ്റ് 5 രൂപ വാങ്ങിയാ മതിയോ? നമ്മള് കല്ലടിക്കോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കേട്ടോ ചായ കുടിക്കുക. ചായയും എണ്ണക്കടികളും നല്ല ടേസ്റ്റ് അവിടുത്തെ. ബജ്ജി പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊട്ടില്ല അവിടെ ഇരുന്നോട്ടെ. പൊന്നു നോക്ക് കാണിക്കണത് കുടിക്കാൻ കൊടുക്കുക. എന്നാ കളയണ്ടവനാ. എല്ലാവർക്കും ബജ്ജിന് എന്താ നല്ല ചൂടുണ്ട് കേട്ടോ. എന്ത് ഇനി വേണോ? വേണ്ടേട്ടാ, അവന് അവിടെ കൊടുത്താൽ മതി. കറിയില്ലാത്തത് കൊണ്ട് നാളെ വേണ്ടേ? അത് വേണ്ടേ? അത് വേണ്ട. കടിയാണ് കുഞ്ഞിന് ഏതാ വേണ്ട? പപ്പ പേടിച്ചോ? കുട്ടി പേടിച്ചോ? എന്തിനു പേടിച്ച്? പപ്പ പേടിച്ചിട്ടില്ല. എന്താ അവിടെ പോയപ്പോഴേ എന്റെ മുടി ചപ്പ പോലെ ഇങ്ങനെ ഞാൻ കെട്ടാറില്ല കേട്ടോ. എപ്പോഴും ഇവിടെ ക്ലിബ് ഇങ്ങനെ കെട്ടി വെള്ളം കുടിക്കാൻ വേണോ? എന്താ അവിടെ അങ്ങോട്ടൊക്കെ പോവാൻ പേടിട്ടോ. കാടൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോ ഏട്ടൻ പറയണം അവിടെ ഇറങ്ങണ്ട. അപ്പൊ വേഗം പോന്നോളി, ഇന്നത്തെ കാലം ശരിയല്ല പറഞ്ഞിട്ട് വേഗം ഞങ്ങൾ വന്നു. ഇനി നമുക്കില്ലേ പാർക്കിക്കോ അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാ? എന്താ അറിയോ, പണ്ട് വന്യമൃഗങ്ങളെ ഒക്കെ പേടിച്ചാൽ മതി. ഇപ്പോൾ മനുഷ്യന്മാരെ പേടിക്കണം. അതാണ് ആള് മനുഷ്യരില്ലാത്തടത്തേക്ക് പോകുമ്പോൾ ആകെ പേടിയതാ. അത് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ അത് ഇവർക്കൊക്കെ ചിലപ്പോൾ അതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ നമ്മളതൊരു പളങ്ക് പാത്രമാതിരി കൊണ്ടു നടക്കുന്നതാണ്. ഇവർക്ക് ഓടണം, പറക്കണം, ചാടണം, മറിയണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെ കൊണ്ടു നടക്കുന്ന രീതിക്ക് അപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് കാട്ടിൻ്റെ ഭാഗത്ത് കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ എന്താ വെച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അനിയനൊക്കെ ഉണ്ട് വെച്ചാൽ പിന്നെയും വലിയ നോക്കാൻ ഒരാളുണ്ടല്ലോ. കണ്ടല്ലേ പിഞ്ചു മക്കളൊക്കെ ഇവരൊക്കെ എവിടേക്ക് ഓടുകയെന്ന് പറയാൻ പറ്റില്ല. പൊന്നൂനൊക്കെ ഒന്ന് കൈന്ന് വിട്ട് കഴിഞ്ഞാൽ പൊന്നപ്പം പറക്കും. അവിടെ നിന്ന് വരുമ്പോ സത്രങ്കാവ് പുഴയുടെ അവിടെ വന്നിട്ട് അവിടുത്തെ അമ്പലവും പുഴയൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്. അവിടെ ആണെങ്കിലോ ഈ സമയത്ത് നിറച്ച് കുളിക്കുന്ന ആൾക്കാരില്ലേട്ടാ. പുഴയില്ലേ വൈകുന്നേരത്ത് നല്ല തിരക്കല്ലേ. നമ്മൾ അവർക്കൊരു ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ദിവസം നമ്മൾ എന്തായാലും എടുക്കാട്ടോ. അവിടെ വെള്ളമൊക്കെ നല്ല ഉണ്ടാവട്ടെ അല്ലേട്ടാ. പിന്നെ വേറെ എന്താ വെച്ചെങ്കിൽ നമ്മളെ കൽപ്പാത്തി പോയി ആ ഒരു അതൊരു ഫ്രഷായിട്ടൊരു സ്ഥലത്ത് പോയ മാതിരി തോന്നിയായിരുന്നു. കാരണം നല്ല കാറ്റും ശുദ്ധവായുവും നല്ലൊരു അന്തരീക്ഷവും അതൊക്കെ മനസ്സിന് തൃപ്തിയാവുന്ന രീതിക്കുള്ളൊരു ചുറ്റുപാടും. ഇവിടെ പോയി നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിലും ചൂടും നിൽക്കുമൊത്തേ. കാട്ടിൻ്റെ ഉള്ളിൽ പോയി ആ ഒരു ചുറ്റുപാടും ഒക്കെപ്പാടെ കണ്ടപ്പോൾ ആകെ എന്തോ ഒരു ഇറിറ്റേഷനാണ് തോന്നിയത്. നമുക്ക് ഒരു തൃപ്തിയില്ലാത്തൊരു യാത്രയായി പോയി ഇത്. അപ്പോൾ നമുക്ക് വേറെ
എന്തെങ്കിലും സ്ഥലത്തേക്ക് നമ്മള് പോവാം. വേറെ നമ്മളെ ഒതുങ്ങിയ ഒരു എല്ലാവരും കുറെ ആളുകളും ഒക്കെ സേഫായിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഒരിടത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അതാണ് അത് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവില്ല ചിലപ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും നേരെ ഇട്ടായി നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രതീക്ഷിച്ചു പോയി. ഒന്നും അതെ നമ്മള് ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്. നമ്മള് കളിക്കാൻ പോവാൻ എന്താ ചെങ്ങപ്പ ചാത്തപ്പന്റെ അടുത്ത ആള് വന്നു. വേറൊരാള് ചാത്തപ്പൻ കൊത്തിയിട്ടേ ആട്ടിയിട്ട് ഇവിടെ ഇല്ലാട്ടപ്പൻ. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്കല്ല പോകാൻ പറ്റിയത്. കാരണം നമ്മള് പ്രതീക്ഷിച്ചത് വേറെ അവിടെ സ്ഥലമാണ്. പോയി നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയേ അല്ല ആ പോയ സ്ഥലങ്ങളൊന്നും. അപ്പോൾ എന്തായാലും എല്ലായിടും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ നമുക്ക് നല്ല സ്ഥലങ്ങൾ തിരഞ്ഞു നോക്കട്ടെ, പറ്റുന്ന എന്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.